നമ്മളെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നാലും ഏതെങ്കിലും ഒരു വാക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എല്ലാ കാര്യത്തിനും നമ്മൾ യെസ് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു നോ പറഞ്ഞാൽ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മൾ അതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും മറന്ന് നമ്മളെ ഏറ്റവും വലിയ ശത്രുക്കളായി കാണുന്ന ചിലരുണ്ട്. ഒരു കാലത്ത് നമ്മുടെ സ്നേഹവും സമയവും എല്ലാം അവർക്ക് വാരിക്കോരി നൽകി എല്ലാത്തിനും കട്ടയ്ക്ക് നിന്നു എന്ന് കരുതി ആ ഓർമ്മ വെച്ച് അവർ നമ്മളെ അങ്ങനെ ട്രീറ്റ് ചെയ്യും എന്ന് കരുതരുത്. ആ ക്വാളിറ്റി വളരെ കുറച്ചു പേരിൽ മാത്രമേ കാണുകയുള്ളൂ. അന്ന് അയാൾക്ക് വേണ്ടി ചെയ്തതെല്ലാം വെറുതെ വേസ്റ്റായി എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. കാരണം അന്ന് നമ്മൾ അതെല്ലാം ഒരുപാട് എൻജോയ് ചെയ്തിരുന്നില്ലേ? സത്യത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി കൂടി ആയിരുന്നില്ലേ അന്ന് അതൊക്കെ ചെയ്തിരുന്നത്? അന്ന് അയാൾക്ക് വേണ്ടി അതൊക്കെ ചെയ്യുമ്പോൾ ഒരു പുഞ്ചിരി, സ്നേഹത്തോടെയുള്ളൊരു നോട്ടം, ആശ്വാസം, നീയില്ലായിരുന്നെങ്കിൽ എന്നൊരു വാക്ക്, അതുമാത്രം പോരായിരുന്നു നിങ്ങൾക്ക് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടാൻ? അവരുടെ ആ സ്നേഹവും സന്തോഷവും കണ്ട് ലോകം കീഴടക്കിയ ഒരു രാജാവിനെ പോലെ നിങ്ങൾ നടന്നില്ലേ? പിന്നെങ്ങനെയാണ് അവർ പോയാലും നിങ്ങൾ തോൽക്കുന്നത്? ഇനിയൊരു സത്യം മനസ്സിലാക്കുക, അവർ അങ്ങനെയാണ്. അവരെ നമുക്ക് തിരുത്താൻ കഴിയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. എന്നാൽ ഇതൊക്കെ കണ്ടും കേട്ട് നമ്മൾ പഠിക്കുമോ? അതുമില്ല. എത്ര കിട്ടിയാലും പഠിക്കാതെ വീണ്ടും തോളിൽ കൈയിട്ട് നടക്കും, തിരിച്ച് കടി കിട്ടുന്നത് വരെ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ?